ഇരമ്യാവ് അധ്യായം 19. യഹോവ ഇപ്രകാരം കൽപ്പിച്ചു, നീ പോയി കുശവനോടൊരു മൺകുടം വിലയ്ക്ക് വാങ്ങി ജനത്തിൻ്റെ മൂപ്പന്മാരിലും പുരോഹിതന്മാരുടെ മൂപ്പന്മാരിലും ചിലരെ കൂട്ടിക്കൊണ്ട് ഹർസീത്ത് ഓട്ടുനുറുക്ക് വാതിലിൻ്റെ പുറമേയുള്ള ബെൻഹിന്നോം താഴ്വരയിൽ ചെന്ന് ഞാൻ നിന്നോട് അരുളിച്ചെയ്യുന്ന വാക്കുകളെ അവിടെ പ്രസ്താവിച്ചു പറയേണ്ടത്. യഹൂദ രാജാക്കന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, യഹോവയുടെ വചനം കേൾപ്പിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, കേൾക്കുന്നവൻ്റെ ചെവി മുഴങ്ങത്തക്കവണ്ണം ഞാൻ ഈ സ്ഥലത്തിന് ഒരനർത്ഥം വരുത്തും. അവർ എന്നെ ഉപേക്ഷിച്ചു ഈ സ്ഥലത്തെ വഷളാക്കി, തങ്ങളും തങ്ങളുടെ പിതാക്കന്മാരും യഹൂദ രാജാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് അവിടെ വെച്ച് ധൂപം കാട്ടി ഈ സ്ഥലത്തെ കുറ്റമില്ലാത്തവരുടെ രക്തം കൊണ്ട് നിറയ്ക്കുകയും ബാലിന് ഹോമബലികളായി തങ്ങളുടെ പുത്രന്മാരെ തീയിലിട്ട് ദഹിപ്പിപ്പാൻ ബാലിന് പൂജാഗിരികളെ പണിയുകയും ചെയ്തിരിക്കുന്നു. അത് ഞാൻ കൽപ്പിച്ചിട്ടില്ല, അരുളി ചെയ്തിട്ടില്ല, എൻ്റെ മനസ്സിൽ വന്നിട്ടുമില്ല. അതുകൊണ്ട് ഈ സ്ഥലത്തിന് ഇനി തോഫത്ത് എന്നും ബെൻഹിന്നോം താഴ്വര എന്നും പേര് പറയാതെ കൊലത്താഴ്വര എന്ന പേര് പറയുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അങ്ങനെ ഞാൻ ഈ സ്ഥലത്ത് വെച്ച് യഹൂദയുടെയും യെരൂശലേമിൻ്റെയും ആലോചനയെ നിഷ്ഫലമാക്കും. ഞാൻ അവരെ ശത്രുക്കളുടെ മുമ്പിൽ വാൾ കൊണ്ടും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കൈകൊണ്ടും വീഴുമാറാക്കുകയും അവരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കി കൊടുക്കുകയും ചെയ്യും. ഞാൻ ഈ നഗരത്തെ സ്തംഭനത്തിനും പരിഹാസത്തിനും വിഷയമാക്കി തീർക്കും. അതിനരികെ കടന്നുപോകുന്ന ഏവനും സ്തംഭിച്ച് അതിന് നേരിട്ട സകല ബാധകളും നിമിത്തം ചൂളകുത്തും. അവരുടെ ശത്രുക്കളും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരും അവരെ ഞെരുക്കുന്ന ഞെരുക്കത്തിലും നിരോധത്തിലും ഞാൻ അവരെ സ്വന്തം പുത്രന്മാരുടെ മാംസവും പുത്രിമാരുടെ മാംസവും തിന്നുമാറാക്കും. ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരൻ്റെ മാംസം തിന്നും. പിന്നെ നിന്നോടുകൂടെ പോന്ന പുരുഷന്മാർ കാൺകെ നീ ആ മൺകുടം ഉടച്ച് അവരോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നന്നാക്കി കൂടാതെ വണ്ണം കുശവൻ്റെ പാത്രം ഉടച്ചു കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെയും ഈ നഗരത്തെയും ഉടച്ചു കളയും. അടക്കം ചെയ്യുവാൻ വേറെ സ്ഥലമില്ലായ്ക കൊണ്ട് അവരെ തോഫത്തിൽ അടക്കം ചെയ്യും. ഇങ്ങനെ ഞാൻ ഈ സ്ഥലത്തോടും അതിലെ നിവാസികളോടും ചെയ്യും. ഞാൻ ഈ നഗരത്തെ തോഫത്തിന് സമമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. മലിനമായിരിക്കുന്ന യെരൂശലേം വീടുകളും യഹൂദ രാജാക്കന്മാരുടെ അരമനകളും അവർ മേൽപ്പുരകളിൽ വെച്ച് ആകാശത്തിലെ സർവ്വ സൈന്യത്തിനും ധൂപം കാണിക്കുകയും അന്യദേവന്മാർക്ക് പാനീയബലി പകരുകയും ചെയ്ത എല്ലാ വീടുകളും തന്നെ തോഫത്ത് എന്ന സ്ഥലം പോലെയാകും. അനന്തരം ഇരമ്യാവ് യഹോവ തന്നെ പ്രവചിപ്പാൻ അയച്ചിരുന്ന തോഫത്തിൽ നിന്ന് വന്ന് യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് സകല ജനത്തോടും, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവർ എൻ്റെ വചനങ്ങളെ കേൾക്കാതെ ശാഠ്യം പിടിച്ചിരിക്ക കൊണ്ട് ഞാൻ ഈ നഗരത്തിന് വിധിച്ചിരിക്കുന്ന അനർത്ഥമൊക്കെയും അതിനും അതിനടുത്ത എല്ലാ പട്ടണങ്ങൾക്കും വരുത്തും എന്ന് പറഞ്ഞു. അധ്യായം 20. എന്നാൽ ഇരമ്യാവ് ഈ കാര്യങ്ങളെ പ്രവചിക്കുന്നത് ഇമ്മേരിൻ്റെ മകനും യഹോവയുടെ ആലയത്തിന് പ്രധാന വിചാരകനുമായ പശ്ഹൂർ പുരോഹിതൻ കേട്ടിട്ട് ഇരമ്യാ പ്രവാചകനെ അടിച്ചു. യഹോവയുടെ ആലയത്തിനരികെയുള്ള മേലത്തെ ബെന്യാമീൻ ഗോപുരത്തിങ്കലെ ആമത്തിലിട്ടു. പിറ്റേന്നാൾ പശ്ഹൂർ ഇരമ്യാവെ ആമത്തിൽ നിന്ന് വിട്ടപ്പോൾ ഇരമ്യാവ് അവനോട് പറഞ്ഞത്, യഹോവ നിനക്ക് പശ്ഹൂർ എന്നല്ല, മാഗോർ മിസാബീബ്, സർവത്ര ഭീതി എന്നത്രേ പേർ വിളിച്ചിരിക്കുന്നത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ നിനക്ക് തന്നെയും നിന്റെ സകല സ്നേഹിതന്മാർക്കും ഭീതിയാക്കി തീർക്കും. അവർ ശത്രുക്കളുടെ വാൾ കൊണ്ട് വീഴും. നിന്റെ കണ്ണ് അത് കാണും. എല്ലാ യഹൂദിയെയും ഞാൻ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അവരെ പിടിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി വാൾ കൊണ്ട് കൊന്നുകളയും. ഈ നഗരത്തിലെ സകല നിക്ഷേപങ്ങളും അതിലെ സകല സമ്പാദ്യങ്ങളും സകല വിശിഷ്ട വസ്തുക്കളും യഹൂദ രാജാക്കന്മാരുടെ സകല ഭണ്ഡാരങ്ങളും ഞാൻ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കും. അവർ അവയെ കൊള്ളയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോകും. എന്നാൽ പശ്ഹൂരേ, നീയും നിന്റെ വീട്ടിൽ പാർക്കുന്ന എല്ലാവരും പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും. നീയും നിന്റെ വ്യാജ പ്രവചനം കേട്ട നിന്റെ സകല സ്നേഹിതന്മാരും ബാബേലിലേക്ക് ചെന്ന് അവിടെ വെച്ച് മരിക്കുകയും അവിടെ അടക്കപ്പെടുകയും ചെയ്യും. യഹോവേ, നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിച്ചു പോകുകയും ചെയ്തു. നീ ബലം പ്രയോഗിച്ച് ജയിച്ചിരിക്കുന്നു. ഞാൻ ഇടവിടാതെ പരിഹാസ വിഷയമായിരിക്കുന്നു.
എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ച് സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടപെടാതെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവൻ്റെ നാമത്തിൽ സംസാരിക്കുകയുമില്ല എന്ന് പറഞ്ഞാലോ, അത് എൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഞാൻ സഹിച്ച് തളർന്ന് എനിക്ക് വഹിയാതെയായി. സർവത്ര ഭീതി. ഞാൻ പലരുടെയും ഏഷണി കേട്ടിരിക്കുന്നു. കുറ്റം ബോധിപ്പിപ്പിൻ, ഞങ്ങളും അവനെക്കുറിച്ച് കുറ്റം ബോധിപ്പിക്കാം. നാം അവനെ തോൽപ്പിച്ച് അവനോട് പക വീട്ടുവാൻ തക്കവണ്ണം പക്ഷേ അവനെ വശത്താക്കാം എന്ന് എൻ്റെ വീഴ്ചയ്ക്ക് കാത്തിരിക്കുന്നവരായ എൻ്റെ ചങ്ങാതിമാരൊക്കെയും പറയുന്നു. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കുകയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായികയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും, ഒരിക്കലും മറന്നു പോകാത്ത നിത്യലജ്ജയോടെ തന്നെ. നീതിമാനെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെയും ഹൃദയത്തെയും കാണുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ, നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ. എൻ്റെ വ്യവഹാരം ഞാൻ നിന്നോട് ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ. യഹോവയ്ക്ക് പാട്ടുപാടുവിൻ, യഹോവയെ സ്തുതിപ്പീൻ. അവൻ ദരിദ്രൻ്റെ പ്രാണനെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടിരിക്കട്ടെ, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ. നിനക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു എന്ന് എൻ്റെ അപ്പനോട് അറിയിച്ച് അവനെ ഏറ്റവും സന്തോഷിപ്പിച്ച മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. എൻ്റെ അമ്മ എൻ്റെ ശവക്കുഴിയും അവളുടെ ഗർഭപാത്രം എല്ലായ്പ്പോഴും നിറഞ്ഞതും ആയിരിക്കേണ്ടതിന് ആ മനുഷ്യൻ എന്നെ ഉദരത്തിൽ വെച്ച് കൊന്നുകളയായിക കൊണ്ട് അവൻ യഹോവ അനുതപിക്കാതെ ഉന്മൂലനാശം വരുത്തിയ പട്ടണങ്ങളെപ്പോലെ ആയിത്തീരട്ടെ. രാവിലെ അവൻ നിലവിളിയും ഉച്ചസമയത്ത് പോർവിളിയും കേൾക്കുമാറാകട്ടെ. കഷ്ടവും സങ്കടവും അനുഭവിച്ച് ജീവകാലം ലജ്ജയിൽ കഴിച്ചു കൂട്ടേണ്ടതിന് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത് എന്തിന്? അധ്യായം 21. സിദക്കിയ രാജാവ് മൽക്കിയാവിൻ്റെ മകനായ പശൂരിനെയും മയസേയാവിൻ്റെ മകനായ സഫന്യ പുരോഹിതനെയും ഇരമ്യാവിൻ്റെ അടുക്കൽ അയച്ചു. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നതുകൊണ്ട് നീ ഞങ്ങൾക്ക് വേണ്ടി യഹോവയോട് അപേക്ഷിക്കണമേ. അവൻ ഞങ്ങളെ വിട്ടുപോകേണ്ടതിന് യഹോവ തൻ്റെ സകല അത്ഭുതങ്ങൾക്കും ഒത്തവണ്ണം പക്ഷേ ഞങ്ങളോട് പ്രവർത്തിക്കുമെന്ന് പറയിച്ചപ്പോൾ ഇരമ്യാവിന് യഹോവയെങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട്. ഇരമ്യാവ് അവരോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ സിദക്കിയാവോട് ഇപ്രകാരം പറയണം, ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മതിലുകൾക്ക് പുറമെ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന ബാബേൽ രാജാവിനോടും കൽദയരോടും യുദ്ധം ചെയ്യുവാൻ നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആയുധങ്ങളെ ഞാൻ മടക്കിച്ച് ഈ നഗരത്തിൻ്റെ നടുവിൽ കൂട്ടും. ഞാൻ തന്നെയും നീട്ടിയ കൈകൊണ്ടും ബലമുള്ള ഭുജം കൊണ്ടും കോപത്തോടും ക്രോധത്തോടും അത്യുഗ്രതയോടും കൂടെ നിങ്ങളോട് യുദ്ധം ചെയ്യും. ഈ നഗരത്തിൽ വസിക്കുന്ന മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ സംഹരിക്കും. അവർ മഹാമാരിയാൽ മരിക്കും. അതിൻ്റെ ശേഷം യഹൂദ രാജാവായ സിദക്കിയാവെയും അവൻ്റെ ഭൃത്യന്മാരെയും ജനത്തെയും ഈ നഗരത്തിൽ മഹാമാരി, വാൾ, ക്ഷാമം എന്നിവയ്ക്ക് തെറ്റിയൊഴിഞ്ഞവരെ തന്നെ ഞാൻ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കയ്യിലും അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ഏൽപ്പിക്കും. അവൻ അവരോട് ക്ഷമയോ കനിവോ കരുണയോ കാണിക്കാതെ അവരെ വാളിൻ്റെ വായ്ത്തല കൊണ്ട് സംഹരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നീ ഈ ജനത്തോട് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ജീവൻ്റെ വഴിയും മരണത്തിൻ്റെ വഴിയും നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നു. ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. എന്നാൽ നിങ്ങളെ നിരോധിച്ചിരിക്കുന്ന കൽദയരുടെ പക്ഷം ചെന്നു ചേരുന്നവനോ ജീവനോടെ ഇരിക്കും. അവൻ്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. ഞാൻ എൻ്റെ മുഖം ഈ നഗരത്തിന് നേരെ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ വെച്ചിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിനെ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അതിനെ തീ വെച്ച് ചുട്ടുകളയും. യഹൂദ രാജഗൃഹത്തോട് നീ പറയേണ്ടത്, യഹോവയുടെ വചനം കേൾപ്പിൻ. ദാവീദ് ഗൃഹമേ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷം നിമിത്തം എൻ്റെ ക്രോധം തീ പോലെ പാളി ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ ദിവസം തോറും ന്യായം പാലിക്കുകയും
കവർച്ചയായി ഭവിച്ചവനെ പീഡകന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്യുവിൻ. താഴ്വരയിലും സമഭൂമിയിലെ പാറയിലും പാർക്കുകയും ആർ ഞങ്ങളുടെ നേരെ വരും, ആർ ഞങ്ങളുടെ പാർപ്പിടങ്ങളിൽ കടക്കും എന്ന് പറയുകയും ചെയ്യുന്നവരെ, ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലത്തിന് തക്കവണ്ണം നിങ്ങളെ സന്ദർശിക്കും. ഞാൻ അവളുടെ കാട്ടിന് തീ വയ്ക്കും, അത് അവളുടെ ചുറ്റുമുള്ള സകലത്തെയും ദഹിപ്പിച്ച് കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. അധ്യായം 22. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ യഹൂദ രാജാവിൻ്റെ അരമനയിൽ ചെന്ന് അവിടെ ഈ വചനം പ്രസ്താവിക്ക. ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന യഹൂദ രാജാവേ, നീയും നിന്റെ ഭൃത്യന്മാരും ഈ വാതിലുകളിൽ കൂടി കടക്കുന്ന നിന്റെ ജനവും യഹോവയുടെ വചനം കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ നീതിയും ന്യായവും നടത്തി കവർച്ചയായി ഭവിച്ചവനെ പീഡകന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പീൻ. പരദേശിയോടും അനാഥനോടും വിധവയോടും അന്യായവും ബലാത്കാരവും ചെയ്യരുത്. ഈ സ്ഥലത്ത് കുറ്റമില്ലാത്ത രക്തം ചൊരിയുകയും അരുത്. നിങ്ങൾ ഈ വചനം അനുഷ്ഠിച്ചാൽ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്തും കയറുന്നവരുമായ രാജാക്കന്മാരും അവരുടെ ഭൃത്യന്മാരും പ്രജകളും ഈ അരമനയുടെ വാതിലുകളിൽ കൂടി കടക്കും. ഈ വചനം കേട്ടനുസരിക്കുകയില്ലെങ്കിലോ ഈ അരമന ശൂന്യമായി പോകുമെന്ന് ഞാൻ എന്നെ ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹൂദ രാജാവിൻ്റെ അരമനയോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നീ ഗിലെയാദും ലെബാനോന്റെ ശിഖരവും ആകുന്നു. എങ്കിലും ഞാൻ നിന്നെ ഒരു മരുഭൂമിയും നിവാസികളില്ലാത്ത പട്ടണങ്ങളും ആക്കും. ഞാൻ ആയുധപാണികളായ സംഹാരകന്മാരെ നിന്റെ നേരെ സംഭരിക്കും. അവർ നിന്റെ വിശിഷ്ട ദേവദാരുക്കളെ വെട്ടി തീയിൽ ഇട്ടുകളയും. അനേകം ജാതികളും ഈ നഗരം വഴി കടന്നു പോകുമ്പോൾ ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട്, ഈ മഹാനഗരത്തോട് യഹോവ ഇങ്ങനെ ചെയ്തതെന്ത് എന്ന് ചോദിക്കുകയും അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമം ഉപേക്ഷിച്ച് അന്യദേവന്മാരെ നമസ്കരിച്ച് സേവിച്ചതുകൊണ്ട് തന്നെ എന്നുത്തരം പറയുകയും ചെയ്യും. മരിച്ചവനെക്കുറിച്ച് കരയേണ്ട, അവനെക്കുറിച്ച് വിലപിക്കുകയും വേണ്ട. നാടുവിട്ട് പോകേണ്ടി വരുന്നവനെക്കുറിച്ച് തന്നെ കരവിൻ. അവൻ മടങ്ങി വരികയില്ല, ജന്മദേശം ഇനി കാണുകയുമില്ല. തൻ്റെ അപ്പനായ യോശിയാവിന് പകരം വാണിട്ട് ഈ സ്ഥലം വിട്ടുപോയവനായി യോശിയാവിൻ്റെ മകനും യഹൂദ രാജാവുമായ ശല്ലൂമിനെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ ഇവിടേക്ക് മടങ്ങി വരികയില്ല. അവനെ ബദ്ധനാക്കി കൊണ്ടുചെന്ന സ്ഥലത്ത് വെച്ച് തന്നെ അവൻ മരിക്കും. ഈ ദേശം അവൻ ഇനി കാണുകയുമില്ല. നീതികേട് കൊണ്ട് അരമനയും അന്യായം കൊണ്ട് മാളികയും പണിത് കൂട്ടുകാരനെ കൊണ്ട് വേല ചെയ്യിച്ച് കൂലി കൊടുക്കാതിരിക്കുകയും ഞാൻ വിസ്താരമുള്ള അരമനയും വിശാലമായ മാളികയും പണിയുമെന്ന് പറഞ്ഞ് കിളിവാതിലുകളെ വീതിയിൽ തീർക്കുകയും ദേവദാരു കൊണ്ട് തട്ടിടുകയും ചായില്യം കൊണ്ട് ചായം ഇടുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. ദേവദാരു കൊണ്ട് മികച്ചവനാകുവാൻ ശ്രമിക്കുന്നതിനാൽ നീ രാജാവായി വാഴുമോ? നിന്റെ അപ്പനും ഭക്ഷണപാനീയങ്ങൾ കഴിച്ചില്ലയോ? എന്നാൽ അവൻ നീതിയും ന്യായവും നടത്താതിരുന്നില്ല. അന്ന് അവന് നന്നായിരുന്നു. അവൻ എളിയവനും ദരിദ്രനും ന്യായം പാലിച്ചു കൊടുത്തു. അന്ന് അവന് നന്നായിരുന്നു. ഇതല്ലയോ എന്നെ അറിയുക എന്നുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ നിന്റെ കണ്ണും മനസ്സും അത്യാഗ്രഹം നിവർത്തിക്ക, കുറ്റമില്ലാത്ത രക്തം ചൊരിക, പീഡനവും സാഹസവും ചെയ്യുക എന്നിവയിലേക്കല്ലാതെ മറ്റൊന്നിലേക്കും ചെല്ലുന്നില്ല. അതുകൊണ്ട് യഹോവ യോശിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കീമിനെക്കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവനെക്കുറിച്ച് അവർ അയ്യോ സഹോദര, അയ്യോ സഹോദരി എന്ന് ചൊല്ലി വിലപിക്കുകയില്ല. അവനെക്കുറിച്ച് അയ്യോ തമ്പുരാനെ, അയ്യോ തിരുമേനി എന്ന് ചൊല്ലി വിലപിക്കുകയുമില്ല. യെരൂശലേമിൻ്റെ പടിവാതിലുകൾക്ക് പുറത്ത് അവനെ വലിച്ചെറിഞ്ഞ് ഒരു കഴുതയെ കുഴിച്ചിടുന്നത് പോലെ അവനെ കുഴിച്ചിടും. ലെബാനോനിൽ കയറിച്ചെന്ന് നിലവിളിക്ക, ബാശാനിൽ നിന്ന് നിന്റെ ശബ്ദമുയർത്തുക, അബാരീമിൽ നിന്ന് നിലവിളിക്ക. നിന്റെ സകല സ്നേഹിതന്മാരും തകർന്ന് കിടക്കുന്നുവല്ലോ. നിന്റെ ശുഭകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു, നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. എൻ്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. നിന്നെ മേയിക്കുന്നവരെ ഒക്കെയും കൊടുങ്കാറ്റ് മേയിക്കും. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം ലജ്ജിച്ച് അമ്പരന്നു പോകും.
ദേവദാരുക്കളിന്മേൽ കൂടുവെച്ച് ലെബാനോനിൽ വസിക്കുന്നവളെ, നിനക്ക് വ്യസനവും നോവ് കിട്ടിയവളെ പോലെ വേദനയും ഉണ്ടാകുമ്പോൾ നീ എത്ര ഞരങ്ങും. എന്നാണ് യഹോയാക്കീമിൻ്റെ മകനായി യഹൂദ രാജാവായ കൊന്യാവ് എൻ്റെ വലങ്കൈക്ക് ഒരു മുദ്രമോതിരം ആയിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞുകളയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും നീ ഭയപ്പെടുന്നവരുടെ കയ്യിലും ഏൽപ്പിക്കും. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ കയ്യിലും കൽദയരുടെ കയ്യിലും തന്നെ ഞാൻ നിന്നെയും നിന്നെ പ്രസവിച്ച അമ്മയെയും നിങ്ങൾ ജനിച്ചതല്ലാത്ത അന്യദേശത്തിലേക്ക് തള്ളിക്കളയും. അവിടെ വെച്ച് നിങ്ങൾ മരിക്കും. അവർ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ദേശത്തേക്ക് അവർ മടങ്ങി വരികയില്ല. കുഞ്ഞാവ് എന്ന ഈ ആൾ സാരമില്ല എന്ന് വെച്ച് ഉടച്ചു കളഞ്ഞൊരു കലമോ ആർക്കും ഇഷ്ടമില്ലാത്ത പാത്രമോ അവനെയും അവൻ്റെ സന്തതിയെയും ത്യജിച്ച് അവർ അറിയാത്ത ദേശത്തേക്ക് തള്ളിക്കളവാൻ സംഗതി എന്ത്? ദേശമേ, 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 യഹോവയുടെ വചനം കേൾക്ക. ഈ ആളെ മക്കളില്ലാത്തവനെന്നും ആയുഷ്കാലത്തൊരിക്കലും ശുഭം വരാത്തവനെന്നും എഴുതുവിൻ. ഇനി ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് യഹൂദയിൽ വാഴുവാൻ അവൻ്റെ സന്തതിയിൽ യാതൊരുത്തനും ശുഭം വരികയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു.